ലോകകപ്പിന്റെ സെമി ഫൈനലിൽ ഇംഗ്ലണ്ടിനെ 2-1 മറികടന്ന് അർജന്റീന ഫൈനലിലേക്ക് കുതിച്ചു. മെസ്സിയുടെ നേതൃത്വത്തിൽ നടന്ന അതിശയകരമായ തിരിച്ചുവരവ് ലോകമെമ്പാടുമുള്ള ആരാധകർ ആഘോഷിക്കുമ്പോൾ മത്സരശേഷം നടന്ന ഒരു സംഭവം ഇപ്പോൾ വലിയ അന്താരാഷ്ട്ര വിവാദമായി മാറിയിരിക്കുകയാണ്. കളി കഴിഞ്ഞ് അർജന്റീന താരങ്ങൾ ഉയർത്തിപ്പിടിച്ചൊരു ബാനർ ഇപ്പോൾ ഫിഫയുടെ അന്വേഷണം വരെ എത്തിച്ചിരിക്കുകയാണ്. ആ ബാനറിൽ എഴുതിയിരുന്നത് ലാസ് മാൽവിനാസ് സൺസ് അർജന്റീനാസ്, അതായത് മാൽവിനാസ് അർജന്റീനയുടേതാണ്. എന്തുകൊണ്ടാണ് ഇത്ര വലിയ വിവാദമായത്? ഫിഫ എന്തുകൊണ്ട് ശിക്ഷ പരിഗണിക്കുന്നു? ആദ്യം എന്താണ് സംഭവിച്ചെന്ന് നോക്കാം. ഇംഗ്ലണ്ടിനെതിരായ സെമി ഫൈനലിൽ അവസാന നിമിഷങ്ങളിൽ തിരിച്ചടിച്ച് വിജയിച്ച അർജന്റീന താരങ്ങൾ ആഘോഷത്തിനിടെ ഈ ബാനർ ഉയർത്തി. മുൻ ടോട്ട്ന താരം ജിയോവാനി ലോ സെൽസോ, മുൻ മാഞ്ചസ്റ്റർ സിറ്റി താരം നിക്കോളാസ് ഒട്ടമെൻഡി എന്നിവരാണ് ബാനർ കയ്യിൽ പിടിച്ചു നിന്നതായി ദൃശ്യങ്ങളിൽ കാണപ്പെട്ടത്. റിപ്പോർട്ടുകൾ പ്രകാരം ബാനർ സ്റ്റേഡിയത്തിലെ ആരാധകരിൽ നിന്നാണ് താരങ്ങളുടെ കൈകളിലെത്തിയത്. എന്നാൽ പ്രശ്നം ബാനറിലെ സന്ദേശമായിരുന്നു. മാൽവിനാസ് അഥവാ ഫോക്ലാൻഡ് ദ്വീപുകൾ എന്താണ്? ബ്രിട്ടൻ ഫോക്ലാൻഡ് ഐലൻഡ്സ് എന്ന് വിളിക്കുന്ന ഈ ദ്വീപുകളെ അർജന്റീന ലാസ് മാൽവിനാസ് എന്നാണ് വിളിക്കുന്നത്. ദക്ഷിണ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ദ്വീപുകളുടെ പരമാധികാരം സംബന്ധിച്ച് ബ്രിട്ടനും അർജന്റീനയും പതിറ്റാണ്ടുകളെ തർക്കത്തിലാണ്. 1982 ഈ തർക്കം യുദ്ധമായി മാറി. 74 ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിൽ നൂറുകണക്കിന് ബ്രിട്ടീഷ് സൈനികരും നൂറുകണക്കിന് അർജന്റീന സൈനികരും കൊല്ലപ്പെട്ടു. ഒടുവിൽ ബ്രിട്ടൻ വീണ്ടും ദ്വീപിന്റെ നിയന്ത്രണം നിലനിർത്തി. എന്നാൽ ഇന്നും അർജന്റീന ഈ ദ്വീപുകൾ തങ്ങളുടേതാണെന്ന അവകാശവാദം തുടരുകയാണ്. അതിനാൽ അർജന്റീനക്കാർക്ക് ഇത് ഒരു ഭൂമിശാസ്ത്ര വിഷയം മാത്രമല്ല, ദേശീയ വികാരത്തിന്റെ ഭാഗവുമാണ്. പക്ഷേ ഫിഫയ്ക്ക് പ്രശ്നം മറ്റൊന്നാണ്. ഫിഫയുടെയും IFABയുടെയും നിയമങ്ങൾ പ്രകാരം ഫുട്ബോൾ മത്സരങ്ങളിൽ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ, രാഷ്ട്രീയ സന്ദേശങ്ങൾ, രാഷ്ട്രീയ ചിഹ്നങ്ങൾ എന്നിവ പ്രദർശിക്കാൻ പാടില്ല. നിയമം ലംഘിച്ചാൽ താരങ്ങൾക്കോ ടീമിനോ ദേശീയ ഫെഡറേഷനോ ശിക്ഷ നൽകാൻ സംഘാടകർക്ക് അധികാരമുണ്ട്. അതുകൊണ്ടാണ് ഈ ബാനർ ഇപ്പോൾ ഫിഫയുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത്. ഇതിനിടെ ബ്രിട്ടീഷ് സർക്കാർ കടുത്ത പ്രതിഷേധവും രേഖപ്പെടുത്തി. ബ്രിട്ടീഷ് മന്ത്രിമാർ ഈ നടപടി കായിക രംഗത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നതാണെന്നും ഫിഫ വിഷയത്തിൽ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടു. അതേസമയം അർജന്റീനയുടെ വൈസ് പ്രസിഡന്റ് വിക്ടോറിയ വില്ലാറൂൽ ഈ സന്ദേശത്തെ പിന്തുണച്ച് സമൂഹ മാധ്യമങ്ങളിൽ കുറിക്കുകയും ചെയ്തു. അവർ സ്റ്റേഡിയത്തിലേക്ക് ഈ ബാനർ കൊണ്ടുവരുന്നത് വിലക്കിയേക്കാം, പക്ഷേ അത് ഞങ്ങളുടെ രക്തത്തിലും ഹൃദയത്തിലും ഉണ്ടെന്ന കാര്യം അവർ മറന്നു എന്നായിരുന്നു അവരുടെ പ്രതികരണം. ഇത് വിവാദം കൂടുതൽ ശക്തമാക്കി. ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ചോദ്യം, അർജന്റീനയെ ഫൈനലിൽ നിന്ന് പുറത്താക്കുമോ? ഇപ്പോൾ ലഭ്യമായ വിവരങ്ങൾ പ്രകാരം അതിനുള്ള സാധ്യത വളരെ കുറവാണ്. മുമ്പും സമാന സംഭവങ്ങൾ ഫിഫ സാധാരണയായി പിഴയോ മുന്നറിയിപ്പോ പോലുള്ള ശിക്ഷകളാണ് നൽകിയിട്ടുള്ളത്. 2014 ഇതേ സന്ദേശമുള്ള ബാനറിന്റെ പേരിൽ അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് ഫിഫ പിഴ ചുമത്തിയിരുന്നു. അതിനാൽ ഇത്തവണയും സാമ്പത്തിക പിഴയോ മറ്റേതെങ്കിലും അച്ചടക്ക നടപടിയോ ഉണ്ടാകാനാണ് സാധ്യതയെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഫൈനലിൽ നിന്ന് വിലക്കുമെന്ന തരത്തിലുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇവിടെ മറ്റൊരു ചോദ്യവുമുണ്ട്. കായികവേദി പൂർണ്ണമായും രാഷ്ട്രീയത്തിൽ നിന്ന് വേർതിരിക്കാനാകുമോ? ചരിത്രത്തിൽ ഒളിമ്പിക്സിലും ലോകകപ്പിലും പല രാജ്യങ്ങളും രാഷ്ട്രീയ പ്രതിഷേധങ്ങൾ നടത്തിയിട്ടുണ്ട്. ഫിഫയുടെ നിലപാട് വ്യക്തമാണ്. കളിക്കളത്തിൽ രാഷ്ട്രീയം വേണ്ട, പക്ഷേ ദേശീയ വികാരങ്ങൾ ചിലപ്പോൾ അതിരുകൾ കടക്കാറുണ്ട്. അർജന്റീനയുടെ കാര്യത്തിൽ മാൽവിനാസ് വിഷയം ഇന്നും അതീവ വൈകാരികമായ ഒന്നാണ്. അതുകൊണ്ടാണ് ഈ ബാനർ അർജന്റീനയിൽ പലരും അഭിമാനമായി കാണുമ്പോൾ ബ്രിട്ടനിൽ അത് പ്രകോപനമായും ഫിഫയിൽ നിയമലംഘനമായും കാണപ്പെടുന്നത്. ഇപ്പോൾ എല്ലാവരുടെയും കണ്ണ് ഫിഫയിലേക്കാണ്. ഫിഫ അർജന്റീനയ്ക്കെതിരെ എന്ത് നടപടി സ്വീകരിക്കും? പിഴ മാത്രമോ, മുന്നറിയിപ്പോ, അല്ലെങ്കിൽ കടുത്ത ശിക്ഷയോ? ഔദ്യോഗിക തീരുമാനം വരാനിരിക്കുകയാണ്. ഫുട്ബോൾ ലോകത്തെ ഏറ്റവും വലിയ കായിക വേദിയാണ്. പക്ഷെ ചിലപ്പോൾ ഒരു ഗോൾ മാത്രം വാർത്തയാകില്ല. ഒരു ബാനറും ലോക രാഷ്ട്രീയത്തിന്റെ കേന്ദ്ര ബിന്ദുവാകാം.